കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ച് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ച് അതുമായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വികസനത്തെ സംബന്ധിച്ചെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നേരത്തെ ശ്രീ പ്രകാശ് മാഷ് സൂചിപ്പിച്ച വികസന പദ്ധതികളുണ്ടല്ലോ, അത് റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും വിഴിഞ്ഞമടക്കമുള്ള പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും മലയോര റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതെല്ലാം വന്നിട്ടുള്ള പ്രകാശ് മാഷ് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളുടെ ഫണ്ട് വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. നാഷണൽ ഹൈവേ വികസനം കൊണ്ടുവന്ന് കേരളത്തിൽ 68,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെലവാക്കിയിട്ടുള്ളത്. കേരളത്തിലെ റെയിൽവേ വികസനം, കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള വികസനം, പുതിയ ട്രെയിനുകൾ കൊണ്ടുവരുന്ന കാര്യത്തിലുള്ള വികസനം, ഇക്കാലം അത്രയും കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നല്ലോ. ഈ ദേശീയപാത വികസനം കേരളത്തിൽ ഇതുപോലെ നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ പിണറായി സർക്കാരിന് മാത്രം ഇത് അവകാശപ്പെടാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവിടെ സ്ഥലമേറ്റെടുത്തുകൊണ്ടല്ലേ? കേരളത്തിന് അത്രയും കോടി രൂപ മുടക്കാൻ സാധിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ അവിടെ സഹായിക്കാൻ പറ്റിയത്? നിങ്ങൾ ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുത്തു പറയേണ്ടത് ആ വയനാട്ടിൽ പോയി പ്രധാനമന്ത്രി കാണിച്ച ആ ഒരു വിഷമമുണ്ടല്ലോ, അതിന് തക്കവണ്ണം പാകത്തിൽ അവിടെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവരൊരു സഹായം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതും കൂടി നിങ്ങളുടെ പേരിൽ പറയാമായിരുന്നല്ലോ. ആ ചുരം കയറുന്ന റോഡിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക്. ഈ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം എന്താണ് എന്നോട് ചോദിക്കാത്തതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ ലാൽ. ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി സ്ഥലമെടുത്തതിൻ്റെ 22,000 കോടി രൂപയിൽ 5,500 കോടി രൂപ 25% വിഹിതമാണ് ഡോക്ടർ ലാൽ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് 68,000 കോടി രൂപ 1972-ൽ 75-ലൊക്കെ തുടങ്ങിയ ആലപ്പുഴയിലെയും കൊല്ലത്തെയും എല്ലാം ബൈപ്പാസുകൾ പൂർത്തിയാക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് വേണ്ടി വന്നില്ലേ? ഈ കഴിഞ്ഞ കാലഘട്ടം നിങ്ങളുടെ ഗവൺമെന്റ് അടക്കം, ശ്രീ അച്യുതാനന്ദൻ ഗവൺമെന്റ് അടക്കം, നായനാർ ഗവൺമെന്റ് അടക്കം, UDF-ന്റെ ഗവൺമെന്റ് അടക്കം എത്രയോ ഗവൺമെന്റുകൾ അതിനിടയിൽ മാറി മാറി വന്നു. ഏകദേശം 35-40 വർഷക്കാലം എന്താ നടപ്പാക്കാതിരുന്നത്? മോഡി ഗവൺമെന്റ് കേന്ദ്രത്തിൽ വരേണ്ടി വന്നില്ലേ? കേരളത്തിലെ ദേശീയപാത അന്ന് നടപ്പിലാക്കിയില്ലല്ലോ. ഇപ്പോൾ ഇതാ നരേന്ദ്രമോദി 2014-ൽ വന്നപ്പോഴല്ല ഇതിന് തുടക്കമിട്ടത്. 2014-ൽ വന്ന പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ തുടക്കം ഇട്ടത് ഈ കാര്യങ്ങൾക്ക്. ഡോക്ടർ ലാൽ, BJP ഗവൺമെൻറ് എന്നാ വന്നത് അങ്ങക്കറിയാമല്ലോ. 2014-ൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ അതിനുള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. നിങ്ങളുടെ സർക്കാർ വന്നു. നിങ്ങളുടെ സർക്കാർ ചെയ്ത 5,500 കോടി രൂപയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ച രണ്ടാമത്തെ ഭാഗം വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് പണം കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ. ആരായിരുന്നു ഡോക്ടർ ലാൽ ആ സമയത്തെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ? ആരായിരുന്നു ആ കാലഘട്ടത്തിലെ എല്ലാ സംസ്ഥാന സർക്കാരുകൾ? നിങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്നില്ലേ? UDF-ന്റെ സർക്കാർ ഉണ്ടായിരുന്നില്ലേ? 2001-ലുണ്ടായിരുന്ന സർക്കാരില്ലേ? ആ കാലഘട്ടത്തിലെല്ലാം നിങ്ങളുടെ സർക്കാരുകളല്ലേ? അപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു ഇച്ഛാശക്തി വേണം. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ ഒരു ഇച്ഛാശക്തി ഉണ്ടായി. അതിന് താങ്കൾ പറയുന്നത് വെറും 5,800 കോടിയാണല്ലോ ഇത്രയും 22,000 കോടി മുടക്കി എന്നൊക്കെയാണ്. ആ 5,800 കോടി മുടക്കി ഈ ആളുകളുടെ ഇടയിൽ സമവായം ഉണ്ടാക്കി ആളുകളിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി വേണം. അത് കാണിച്ചത് ഏത് സർക്കാരാണ് സർ? അപ്പോൾ ഡോക്ടർ ലാൽ പറയുന്നത് 68,000 കോടി രൂപ മുടക്കി നാഷണൽ ഹൈവേ വികസനം കൊണ്ടുവന്നതിൽ 5,000 കോടി രൂപ മുടക്കിയത് കൊണ്ട് നിങ്ങളാണ് മുടക്കിയത് എന്ന് പറയണമെന്നല്ലേ? അങ്ങ് പറഞ്ഞോളൂ, ആളുകളോട് പറഞ്ഞോളൂ. എനിക്കതിനകത്ത് യാതൊരു വിരോധവും ഇല്ല. മറ്റൊരു കാര്യം അങ്ങ് സൂചിപ്പിച്ചത് വയനാട്ടിലെ അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് അവിടെയുള്ള ഉദ്ഘാടനം മന്ത്രി നിങ്ങളുടെ പേര് പോകുമെന്ന പേര് ഞാൻ പൂർത്തിയാക്കട്ടെന്ന് ഒരു പങ്കുമില്ലെന്ന് ഒരു പങ്കുമില്ല ഡോക്ടർ ലാൽ. വെറുതെ വിഡിതം പറയേണ്ട. ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 68,000 കോടി മുടക്കിയതിൽ 5,000 കോടി മുടക്കിയതിന്റെ പേരിൽ ഞങ്ങളാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള 8 കാര്യം മുമ്പിൻ്റെ നടപടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു. അതിന് ഞങ്ങൾക്ക് വിരോധമില്ലെന്നേ, ഞങ്ങളത് പറയല്ലേ. ഇനി അങ്ങ് പറഞ്ഞത് വയനാട്ടിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, വയനാട്ടിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങ് പരിശോധിക്കണം അതിൻ്റെ കണക്കുകൾ. വയനാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് NDRF ഫണ്ടിൽ നിന്ന് എത്ര കൊടുത്തു, അതിലെത്ര ചിലവായി പറയണ്ടേ? ഇനി മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുള്ള പണത്തിൻ്റെ 10% ചിലവാക്കിയിട്ടുണ്ടോ ഡോക്ടർ ലാൽ?
അങ്ങ് കണക്കൊന്ന് പുറത്തുവിടും നിങ്ങൾ കൈരളി ടി വിയിലൂടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി ജനങ്ങൾ കൊടുത്ത പണത്തിന്റെ 10% ആകെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ കണക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. ഇല്ല, ലോക മാതൃകയിലുള്ള ടൗൺഷിപ്പാണ് അവിടെ. ലോക മാതൃകയിലുള്ള ടൗൺഷിപ്പാണ് അവിടെ. ആളുകൾ വന്ന് പറയുന്നുണ്ട്, വയനാട്ടുകാർ പറയുന്നുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട് സർ. ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ടുള്ള പണത്തിന്റെ 10% പോലും ചെലവാക്കിയിട്ടില്ലെന്നേ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ടുള്ള പണത്തിന്റെ 10% പോലും ചെലവാക്കിയിട്ടില്ല. കേന്ദ്രം കൊടുത്ത, അതോടൊപ്പം തന്നെ NDRF ഫണ്ടിൽ നിന്ന് കേന്ദ്രം കൊടുത്ത പണം അതെവിടെ ചെലവാക്കി, എന്തിന് ചെലവാക്കി? ശരി, എത്ര വീട് വെച്ചു നിങ്ങൾ? കേന്ദ്ര സർക്കാർ എത്ര വീട് വെച്ചു ആ ടൗൺഷിപ്പിൽ? നിങ്ങൾ എത്ര ടൗൺഷിപ്പിന് വേണ്ടി എത്ര നിങ്ങളുടെ വിഹിതം എത്രയുണ്ട്? അവിടെ വീട് വെക്കാന്നുള്ള കേന്ദ്ര പദ്ധതി അല്ല ഡോക്ടർ ലാൽ, നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. അവിടെ വീട് വെക്കുക എന്നുള്ളതല്ലല്ലോ കേന്ദ്രത്തിന്റെ പദ്ധതി. കേന്ദ്രം NDRF ഫണ്ടിൽ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ കേന്ദ്രം പിന്നെ എന്തിനാണ് സംസ്ഥാനങ്ങൾക്ക് സഹായം പ്രഖ്യാപിക്കുന്നത് സാർ? അവിടെ വീട് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ കാറ്റടിക്കുമെന്ന് വിചാരിച്ച് പോലും ചിലപ്പോൾ സംസ്ഥാനങ്ങൾക്ക് എന്തിനാണ് വിഹിതം പ്രഖ്യാപിക്കുന്നത്? അല്ല, ഞാനതാ പറഞ്ഞത്. നിങ്ങൾ വയനാട്ടിൽ വീട് വെക്കുക എന്നുള്ളതല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി. അത് ശരി. അപ്പൊ എന്തിനായിരുന്നു പ്രധാനമന്ത്രി അവിടേക്ക് വന്നത്? വയനാട്ടിൽ വീട് വെക്കാൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവിടെ വന്ന് എല്ലാവരെയും കണ്ട് ആശ്വസിപ്പിച്ച് ഞാനിപ്പോ എന്തോ നടത്തുമെന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കിയത് എന്തിനായിരുന്നു സർ? ഡോക്ടർ ലാൽ അതെന്താ ചെലവാക്കാത്തത്? സംസ്ഥാനം എഴുതി തന്നല്ലോ, റിപ്പോർട്ട് തന്നല്ലോ. സംസ്ഥാനം കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തല്ലോ, എത്ര വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടല്ലോ. എന്ത് കൊടുത്തു? ചെലവാക്കിയില്ലെന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ ഡോക്ടർ ലാൽ, അതാ ഞാൻ അങ്ങയോട് സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ 740 കോടി രൂപയുടെ 10% പോലും ചെലവാക്കിയിട്ടില്ല അവിടെ വീട് വെക്കാൻ. ആ കേരളത്തിൽ പോയി നിങ്ങൾ ഇതൊക്കെ പറയണം സാർ.